യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി വീണ്ടും മിസൈൽ ആക്രമണമുണ്ടായി. ഇസ്രായേലിലെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങുകയും ചെയ്തു. മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇസ്രായേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂത്തികളും പറയുന്നു. ബെൻഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് സൈനിക നടപടി ആരംഭിച്ചതായി ഹൂത്തി സൈനിക വക്താവ് യഹ്യ സരി ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, ടെലിഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തങ്ങൾ നടത്തിയ ഈ ആക്രമണത്തിലൂടെ നിരവധി ഇസ്രായേൽ പൗരന്മാർ നഗരം വിട്ടു പോയതായും ആ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാക്കിയതായും യഹ്യ സരി അവകാശപ്പെടുന്നു. ആക്രമണത്തിന് പിന്നാലെ ആയിരക്കണക്കിന് ഇസ്രായേലികൾ അവരുടെ അഭയകേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കൂടാതെ ഈ ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും കാരണമായി മാറി. ഇതെല്ലാം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നും യഹ്യ സരി പറഞ്ഞു. ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളായ എലാത്ത്, ടെല്ലവീവ്, ആഷ്കലോൺ എന്നിവിടങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും അദ്ദേഹം പറയുന്നു. ഗാസയിലെ സൈനിക നടപടികൾ ഇസ്രായേൽ നിർത്തുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണച്ചുകൊണ്ട് സൈനിക പ്രവർത്തനങ്ങൾ ഹൂത്തികളും തുടരുമെന്ന് യഹ്യ സരി ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം ഹൂത്തി സൈന്യം ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടതായും രാജ്യത്തിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയതായും ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ആർക്കും പരിക്കേറ്റതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മിസൈൽ ആക്രമണത്തിന് ശേഷം യമനിലെ ഹൂത്തി സേനയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. യമനെയും ഇറാനെ പോലെ തന്നെ ഞങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിൽ ഞങ്ങൾ ആക്രമണം നടത്തിയതുപോലെ തന്നെ യമനിലെ ഹൂത്തികളെയും ആക്രമിക്കും. ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന ആളുകളുടെ കൈ ഞങ്ങൾ വെട്ടിക്കളയും എന്നാണ് കാറ്റ്സ് പറയുന്നത്. ഗസയിലെ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 2023 ഒക്ടോബറിലാണ് ഹൂത്തികൾ ചെങ്കടലിൽ ഇസ്രായേലി പാശ്ചാത്യ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത്. ജനുവരിയിൽ ഹൂത്തികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന സഖ്യസേന ആരംഭിച്ച ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചും സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചും സൈനികരെ കൊലപ്പെടുത്തിയും ആക്രമണം ഉണ്ടായി. ഇതുവരെ 200-ലധികം ആക്രമണങ്ങൾ ഉണ്ടായതായാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഹൂത്തികൾ 2023 നവംബർ മുതൽ 100-ൽ-അധികം കപ്പൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാലയളവിൽ അവർ 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കുറഞ്ഞത് 4 നാവികരെ ഈ ആക്രമണങ്ങളിൽ ഹൂത്തികൾ കൊലപ്പെടുത്തിയിരുന്നു. ഇത് ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതോടെ കമ്പനികൾക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ വഴികളിലൂടെ അവരുടെ കപ്പലുകളെ വഴിതിരിച്ചു വിടേണ്ട അവസ്ഥയും വന്നു. ഇതിനിടെ ഇസ്രായേൽ ആക്രമിച്ച എവിൻ തടവറ ഇറാൻ പുതിയ ഒരു ആയുധമാക്കുകയാണ്. തടവറയിൽ ചാരപ്രവർത്തനത്തിന് പിടിയിലായ മൊസാദിന്റെ ഏജന്റുമാർ ഉൾപ്പെടെ ഉള്ളവരെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചതെന്നാണ് ആരോപണം. എന്നാൽ ഇതിനോടകം ഇത്തരം തടവുകാരെ അവിടെ നിന്ന് മാറ്റിയെന്നും മറ്റ് തടവുകാരെ കാണാനെത്തിയ ബന്ധുക്കളും ഉദ്യോഗസ്ഥരുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഇറാൻ പറയുന്നുണ്ട്.